ഇതിപ്പോൾ എല്ലാവരും ഓർക്കും എന്തുവാണെന്നേ. ഇത് രാവിലെ ഞാൻ മാമ്പഴപ്പുളിശ്ശേരി വെച്ചതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് സന്ധ്യയ്ക്ക് എനിക്ക് മേളിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരത്തി കൊണ്ട് തന്നതാണ് മാങ്ങ, പഴുത്ത മാങ്ങ. കൊച്ചു നാടൻ മാങ്ങയല്ല, അല്ലാത്ത ചെറിയ ഇനം മാങ്ങ. അപ്പോൾ അത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അരിയൊക്കെ അടുപ്പിലിട്ട് ചോറ് വെക്കാൻ വെച്ചു. ദോശ ഉണ്ടാക്കി, ചമ്മന്തി അരച്ചു, അതെല്ലാം ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ വീഡിയോയും എടുത്തു. അപ്പോൾ ഇത് നമുക്കൊരു ഫുൾ വീഡിയോ ഇടാമെന്നും പറഞ്ഞെടുത്തതാണ്. അയ്യോ, വീഡിയോ അല്ല, എടുത്തു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം വീഡിയോ അരയ്ക്കുന്നിടം വരെ വീഡിയോ കിട്ടിയിട്ടുണ്ട്, ബാക്കി കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ അത് നമുക്കൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളെ അങ്ങ് കാണിക്കാമെന്ന്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയാണ്. പക്ഷെ വീഡിയോ പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നമുക്കങ്ങനെ തോറ്റു പിന്മാറാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതേ കണ്ടോ, നല്ല കുറുകി തേങ്ങയും ചെറിയുള്ളിയും ജീരകവും പച്ചമുളകും ഒക്കെ അരച്ച്, മോരും ഉലുവയും കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ കടുക് താളിച്ച് എടുത്ത് നമ്മുടെ സൂപ്പർ മാമ്പഴപ്പുളിശ്ശേരി. അപ്പം ഞാൻ ഈ കൊച്ചു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കാണിക്കാവേ. എനിക്ക് ആ വീഡിയോ പോയതിൽ ഒത്തിരി സങ്കടമുണ്ട്. അതെൻ്റെ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. രാവിലെ അല്ലെങ്കിലും തിരക്കല്ലേ, അപ്പം നമ്മൾ അവിടെ ഇവിടെ എല്ലാം അങ്ങ് ശ്രദ്ധിച്ച് എന്തോ ഒരു മിസ്റ്റേക്ക്. അതിൻ്റെ കൂടെ ശ്രീകുട്ടന് പരീക്ഷയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ അയാളുടെ പുറകിന് കുറച്ച് പോയി. അപ്പോൾ കണ്ടോ, നല്ല കുറുകിയ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി. ചക്ക വേവിച്ചതും കൂടെ ഉണ്ടെങ്കിൽ, ഇന്നലത്തെ ഞങ്ങളുടെ ചക്ക വേവിച്ചതിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതും ഈ പുളിശ്ശേരി ഇച്ചിരി കഞ്ഞിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ഞങ്ങൾ കഴിക്കും. കണ്ടോ, നമ്മുടെ പുളിശ്ശേരിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും പുളിശ്ശേരി ഞങ്ങളെ ഇങ്ങനെ ഒന്ന് കാണിക്കാൻ പറ്റിയല്ലോ. അപ്പം ഓക്കേ.